ഖജനാവിൽ മാറാല പിടിച്ചു കിടക്കുകയാണ്. എത്രയൊക്കെ കടം വാങ്ങിയിട്ടും പണം തികയാത്ത അവസ്ഥയിലാണ് കേരളം ഇപ്പോഴുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 30,038.36 രൂപ കടമെടുത്തു എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയാണ് സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിലാക്കിയത് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവയ്ക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നത്. ഇതിനിടയിൽ 1,00,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ധനമന്ത്രി KN ബാലഗോപാൽ അനുമതി കൊടുക്കൂ. അതും വാഹനം വാങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഉത്തരവ് നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടാൽ ബാലഗോപാലിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ആദ്യം എതിർത്തു നോക്കി, ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. ബാലഗോപാലിന്റെ ദയനീയ അവസ്ഥയാണ് ധനവകുപ്പിലെ ഇപ്പോഴത്തെ പ്രധാന സംസാരം. പുതിയ വാഹനം വാങ്ങൽ കഥ ഇങ്ങനെയാണ്. ഇന്നോവ ക്രിസ്റ്റ 1.05 ലക്ഷം കിലോമീറ്റർ ഓടിയെന്നും പുതിയ ഇന്നോവ ക്രിസ്റ്റ വേണമെന്നും സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് VK മോഹനൻ ആവശ്യപ്പെട്ടു. താനൂർ ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ കൂടിയായ തനിക്ക് പുതിയ വാഹനം അനുവദിക്കണമെന്നാണ് ജസ്റ്റിസ് VK മോഹനന്റെ ആവശ്യം. പോലീസ് മേധാവി പണം ആവശ്യപ്പെട്ട് ധനകാര്യ വകുപ്പിനെ സമീപിച്ചു. 1,00,000 കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയതെന്നും സാമ്പത്തിക പ്രതിസന്ധിയും നിലവിലെ സർക്കാർ ഉത്തരവും ചൂണ്ടിക്കാട്ടി ധനമന്ത്രി KN ബാലഗോപാൽ പുതിയ വാഹനം വാങ്ങണമെന്ന ആവശ്യം നിരസിച്ചു. തുടർന്ന് മോഹനൻ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വിഷയം അവതരിപ്പിക്കുന്നു. ഫയൽ വീണ്ടും ധനവകുപ്പിലെത്തി. ആദ്യം എതിർത്ത ബാലഗോപാൽ ഇത്തവണ സമ്മതം മൂളി. 1,00,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം മാറ്റാൻ ബാലഗോപാൽ സമ്മതം മൂളിയതിന്റെ ഞെട്ടലിലാണ് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ. പുതിയ വാഹനം വാങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് മന്ത്രിസഭ അനുമതിയോടെയായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ വാഹനം വാങ്ങണമെങ്കിൽ മന്ത്രിസഭയുടെ അനുമതി വേണം. ഇതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പുതിയ വാഹനം വാങ്ങാനുള്ള ഫയൽ ക്യാബിനറ്റിൽ വയ്ക്കാൻ ഉത്തരവിട്ടു. ഡിസംബർ 11 മന്ത്രിസഭാ യോഗത്തിൽ ഇനം നമ്പർ 2553 പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ഫയൽ മന്ത്രിസഭാ യോഗത്തിലെത്തി. ജസ്റ്റിസ് VK മോഹനന് വേണ്ടി ടൊയോട്ടോ ഇന്നോവ ഹൈക്രോസ് വാങ്ങാൻ 30,37,736 രൂപ മന്ത്രിസഭ അനുവദിച്ചു. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത് ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷനെയായിരുന്നു. അന്വേഷണം ഇതുവരെ പൂർത്തിയായില്ല. ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷനായ താനൂർ ബോട്ടപകട അന്വേഷണവും ഇതുവരെയും പൂർത്തിയായിട്ടില്ല. പുതിയ വാഹനം കിട്ടിയതോടെ ജസ്റ്റിസ് VK മോഹനൻ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.